भाई और बहनों, मेरे प्यारे दोस्तों, हमारे प्रोडक्शन हाउस मुंबई से आया है, इसलिए हिंदी में शुरू किया. ഇനി മലയാളത്തിൽ എന്തുണ്ട് വിശേഷം? സുഖം? ഉന്മാദം സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മലയാളികളെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഉന്മാദത്തിലാഴ്ത്തിയ ഒന്ന് രണ്ട് വാർത്തകൾ നമുക്ക് ഒരുമിച്ച് ആഘോഷമാക്കി മാറ്റാം. The one and only, the best of being the best, National Award for the Best Actor മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. So big congratulations to Mammootka from all our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ മമ്മൂക്കയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്, മികച്ച നടനുള്ളത്. അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് മികച്ച മലയാള സിനിമ, നമ്മുടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. സോ കൺഗ്രാജുലേഷൻസ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്നും എന്താ പറയുക, അവിസ്മരണീയമായ അഭിമാനമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം, എല്ലാ മലയാളികളോടൊപ്പം, ഉന്മാദം ടീമിനോടൊപ്പം ഈ വേദിയിൽ നിങ്ങളോട് ഒപ്പം ചേർന്ന് അഭിനന്ദനങ്ങൾ ആഘോഷമാക്കി മാറ്റാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ് ടു ദ വിന്നേഴ്സ്, ഓൾ ദ വിന്നേഴ്സ് ഓഫ് നാഷണൽ അവാർഡ് ഇപ്രാവശ്യത്തേത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ കിരൺ ദാസ് എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഉന്മാദം. അതുപോലെ തന്നെ അദ്ദേഹം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിനോടൊപ്പം ചേരുന്ന ആദ്യത്തെ ഒരു സിനിമയും കൂടിയാണ്. ഷാഹിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഉന്മാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എവിടെ ഷാഹിൻ്റെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ ലിജോമോളുടെ കൂടെ ആദ്യമായിട്ടൊരു വേദി, ഒരു സ്ക്രീൻ ഫേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ വേറെ ഉണ്ണിലാലുമൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ണി ഗോകുലൻ, അവരോടുകൂടെ ഞാൻ വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോട്ടാസ്, 2 ചോട്ടാസ് ഇവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണപ്രഭ, എൻ്റെ തിരിച്ചുവരവിലെ ഗുലുമാല് തൊട്ടുള്ള ഒരു ഒരു അഭിനയ എന്താ പറയുക അഭിനയം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് ആൾ, സുധീഷുണ്ട്, ഷാജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിനപ്പുറം ഉന്മാദം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ പോലീസ് കഥ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലർ മിസ്റ്ററി എന്ന് പറയുന്നതിനപ്പുറം എന്താണ് ഉന്മാദത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ഒരു ആലോചന പുറത്താണ് ഉന്മാദം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പല രീതികളിൽ പല ആളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അത് ഉന്മാദം എന്ന സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി മാറ്റുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ആ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിൻ്റെ അവതരണത്തിലും എല്ലാം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുള്ളത്. അത് ക്യാമറയുടെ മുമ്പിലും പിൻപിലും അല്ലെങ്കിൽ കൂടെയും നിന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഉന്മാദം ഒരിക്കലും ഒരു 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 എന്താ പറയുക, നിങ്ങളെ രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് ഭയപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണിയെടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്ത സമയത്ത് അതിനുള്ളൊരു റെസ്പോൺസും അത് ഇപ്പോൾ ഈ ട്രെയിലർ റിലീസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എന്താണ് ഉന്മാദം എന്നുള്ള സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ട്രെയിലർ തന്നെയായിട്ട് മാറുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു ആവേശവും എല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. സോ അപ്പം ഇപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ ഉന്മാദം മാറി സിനിമ തിയേറ്ററിൽ ഉന്മാദം എന്ന സിനിമയുടെ ഉന്മാദത്തിൽ നിങ്ങളെല്ലാവരും ചേരണം അല്ലെങ്കിൽ ചേരും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഉന്മാദം സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മാസം 31-ാം തീയതി നിങ്ങളെല്ലാവരും ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർക്കിടക മാസം തുടങ്ങി അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ആവേശമൊക്കെയാണ്. പക്ഷെ അതിനപ്പുറം സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത് ഞങ്ങൾക്കൊരു ഊർജ്ജം തന്നെയാണ്. സോ താങ്ക് യു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് തന്നെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ
100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ട്രെയിലറിലൂടെയും ഇനി അതിനുശേഷമുള്ള ഗാനങ്ങളിലൂടെയും 31-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമയിലൂടെയും അത് ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഉന്മാദം. നേരത്തെ എൻ്റെ പേര് ചോദിച്ചില്ല, അമിൻ. ഓക്കെ, നേരത്തെ അമിൻ സൂചിപ്പിച്ച പോലെ ഇതിൽ കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയല്ലാതെ ആവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരുടെ കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഡാർക്ക്. ഇതിന് മുമ്പുള്ള ശാഖ സിനിമകളുടെ അത്രയും ഡാർക്കല്ല. എന്തായാലും അത് തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ചെന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പുള്ളി വിളിച്ചെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. സോ ഉന്മാദം എന്നുള്ള സിനിമ 31-ാം തീയതി തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ലഭിക്കും അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു ഈവനിങ്ങിൽ ഇവിടെ എത്തിയതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അത് പ്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി എഡിറ്റർ, ഡയറക്ടർ, അതേപോലെ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, ബാക്കിയെല്ലാ എൻ്റെ എല്ലാ കോ ആക്ടേഴ്സും ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് സിനിമയിലേക്ക് ലൈക്ക് വെൻ യു ഡിസൈഡഡ് ഓക്കെ ഐ ആം ഗോണ ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം, നേരത്തെ ഇൻക്രെഡിബിൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷം പറഞ്ഞു. അറ്റ് വാട്ട് പോയിന്റ് യു ഡിസൈഡഡ് ഈ സിനിമ ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണെന്നുള്ളത്? അത് പറഞ്ഞപ്പോഴേ ഭയങ്കര ചിരിയാണല്ലോ. ഇല്ലില്ല, ഷാഹിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷാഹിക്കയുടെ എല്ലാ സിനിമകളും തന്നെ ഹിറ്റാണ്. അതേപോലെ എല്ലാം നമ്മൾ പറയുന്നുണ്ട്, എല്ലാം പോലീസ് സ്റ്റോറീസാണ്, പക്ഷേ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ കോള് ഇങ്ങനെ ഒരു കഥയുണ്ട് വന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം. എനിക്ക് ഇതിൽ പേഴ്സണലി ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ ആഗ്രഹം തോന്നി 1-2 കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് കഥ കേട്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമ റിലീസായതിനു ശേഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇപ്പോൾ BTS വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറയണ്ട, ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിലും നിങ്ങളെല്ലാവരും വളരെ ജോളിയായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സിനിമയുടെ ഭാഗമായതല്ലേ. സോ ഐ തിങ്ക് ടീസറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അതേപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ്, ഹോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചു പിടിച്ചൊളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് സെറ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല, സെറ്റിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ വളരെ കൂളായിട്ട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഇടയ്ക്ക് ഇടവേളകളിൽ മാജിക് ഷോസ്, ഡാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പിയായി അതെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ടീസറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ പ്രേക്ഷകരും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ലിജോ പോലും ഉണ്ടെങ്കിൽ ഓക്കെ ദർ ഇസ് സംതിങ് കമ്മിങ് അപ്പ് ഇൻ ദ ഫിലിം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എലിമെൻറ്റ് മുൻനിർത്തി തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വി ആർ ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ് ഓഫ് ദ ഫിലിം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം കറുകനാമ്പിനും മധുകണം കവിത എന്നിലും നിറകുടം അറിയുകില്ല നീ ആരാടാ നീ. ഒന്നുമില്ല, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കാര്യം കൊടുക്കണ്ടേ അമീൻ? വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും കമോൺ പിള്ളേരെ ചെല്ലു. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം. ഓക്കെ, ആരെടുക്കുന്നത്?